ഇന്നലെ വാൽപ്പാറയിൽ പൊലിഞ്ഞുപോയത് കേവലം അധ്യാപകർ മാത്രമായിരുന്നില്ലെന്ന് വ്യക്തമാക്കുന്നതായിരുന്നു പൊതുദർശനത്തിലേക്ക് ഒഴുകിയെത്തിയ ജനക്കൂട്ടം. സ്റ്റാഫ് റൂമിനെ ഒരു സ്നേഹകൂടാരമാക്കി മാറ്റിയ പ്രധാനാധ്യാപിക അജിതയുടെ നേതൃത്വത്തിലുള്ള സംഘം പാങ് എന്ന ഗ്രാമത്തിന്റെ ഊർജവും വെളിച്ചവുമായിരുന്നു. പ്രിയപ്പെട്ടവരുടെ വിയോഗത്തിന്റെ പൊള്ളലിലും നാട്ടുകാരുടെ ഉള്ളിൽ ഓർമ്മകളുടെ തോരാമഴയാണ്. പുലാമന്തോൾ GHSSലെ 12 വർഷത്തെ സേവനത്തിന് ശേഷം പാങ് GLP സ്കൂളിലെത്തിയ പ്രധാന അധ്യാപിക P അജിത 2 വർഷം കൊണ്ട് വിദ്യാർത്ഥികളുടെയും നാട്ടുകാരുടെയും പ്രിയപ്പെട്ടവളായി. അടുത്ത വർഷം സേവനം പൂർത്തിയാക്കി വിരമിക്കുന്നതിന് മുൻപ് സ്കൂളിന് വേണ്ടി തന്നാലാവുന്നതെല്ലാം ചെയ്യാനുള്ള തീവ്ര ശ്രമത്തിലായിരുന്നു അജിത ടീച്ചർ. എല്ലാവരും അറിയുന്നവരാണ്. പിന്നെ അവിടുത്തെ HM അജിത ടീച്ചർ പഠിക്കുന്ന കാലം മുതൽ തന്നെ എനിക്ക് അടുപ്പുണ്ട്. ഞങ്ങൾ ഒന്നിച്ച് PSC കിട്ടിയവരാണ്. പിന്നെ ഇവിടെ പാങ്ങിൽ വെച്ചിട്ടാണ് ഈ സ്കൂളിലാണ് ഞങ്ങൾ ജോയിൻ ചെയ്തത് ആദ്യം. പിന്നെ ഇവിടുന്ന് ട്രാൻസ്ഫറായിട്ട് ബ്രാഹ്മന്തോൾ പോയി അവിടെയും ടീച്ചറുമായിട്ട് ഒന്നിച്ച് വർക്ക് ചെയ്തതാണ്. അടുത്ത വർഷം ഞങ്ങൾ ഒന്നിച്ച് റിട്ടയർ ചെയ്യേണ്ടവരാണ്. അപ്പോൾ പെൻഷൻ പേപ്പറുകളൊക്കെ നമുക്ക് ഒന്നിച്ച് ചെയ്യാം, ഒന്നിച്ച് അയക്കണം, എങ്ങനെ ചെയ്യണേ എന്നൊക്കെ പറയണം എന്നൊക്കെ പറഞ്ഞിരുന്നിരുന്നതാണ്. കാഴ്ചപരിമിതി മജീദ് സാറിനൊരു പ്രതിസന്ധിയായിരുന്നില്ല. വിനോദയാത്രകൾ പോകാനും കലാകായിക മത്സരങ്ങൾ സംഘടിപ്പിക്കാനും സംഘാടകനായി മജീദ് സാർ മുൻപിൽ തന്നെ ഉണ്ടായിരുന്നു. പ്രതിസന്ധികളെ തരണം ചെയ്ത് ജീവിതം പടുത്തുയർത്താൻ മജീദ് സാറിനേക്കാൾ മികച്ചൊരു മാതൃക വിദ്യാർത്ഥികൾക്ക് വേറെ ഉണ്ടായിരുന്നില്ല. ഇതൊരു അവസാന യാത്രയാകുന്നുള്ളത് ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. കാരണം അത്രക്ക് മാത്രം അവരെല്ലാവരും വളരെ ഒരുമയോട് കൂടെ ആയിരുന്നു. സ്കൂളിലെ വിദ്യാർത്ഥികളോടാണെന്നുണ്ടെങ്കിലും സ്വന്തം മക്കളിലുപരിയാണ് അവരൊക്കെ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ചിരുന്നു, പരിചരിച്ചിരുന്നു. കാഴ്ചപരിമിതിയുള്ളതിനാൽ ഭാര്യ റുഖിയയ്ക്കൊപ്പമായിരുന്നു മജീദിന്റെ എല്ലാ യാത്രയും. ഒടുവിൽ അന്ത്യയാത്രയിലും ഒന്നിച്ച്. മജീദ് മാഷ് എന്ന് പറഞ്ഞിട്ട് അവര് ഭിന്നശേഷി മേഖലയുടെ ഒക്കെ ഒരുപാട് ഭാരവാഹിത്വം വഹിക്കുന്ന ഒരാൾ കൂടിയാണ്. അവര് ഭാര്യ കൂടെ പോയിട്ടുണ്ട്. കണ്ണ് കാണാത്തത് കൊണ്ട് തന്നെ ഭാര്യ എപ്പോഴും കൂടെ പോവാറുണ്ട്. ഈ അടുത്താണ് അവര് വീട് വെച്ച്, പുതിയ വീടൊക്കെ വെച്ച് 2 മാസമേ ആയിട്ടുള്ളൂ മജീദ് മാഷ് താമസം തുടങ്ങിയിട്ട്. അധ്യാപകരായ റംലയും ഷക്കീലയും പാചക തൊഴിലാളി സാജിദയും പ്രദേശത്തെ എല്ലാ പ്രവർത്തനങ്ങളിലും സജീവമായിരുന്നു. ആശ ടീച്ചർ അധ്യാപിക എന്നതിനപ്പുറം മികച്ച ഗായിക കൂടിയായിരുന്നു. അതിനാലാകാം കുട്ടികൾക്കും പ്രിയമേറെ. ആശ ടീച്ചറെ കുറിച്ച് പറയാൻ എല്ലാവർക്കും 100 നാവ്. ആശ ടീച്ചറെ പഠിപ്പിച്ചവർക്കും ആശ ടീച്ചർ പഠിപ്പിച്ചവർക്കും പങ്കുവെക്കാനുള്ളത് സ്നേഹ ഓർമ്മകൾ മാത്രം. സുഹറ ടീച്ചർ എന്നും വിദ്യാർത്ഥികൾക്ക് മാതൃതുല്യായിരുന്നു. ഈസ്റ്റ് പാങ് സ്വദേശിയായതിനാൽ എല്ലാ മേഖലയിലും സജീവമായിരുന്നു. മകനൊപ്പമുള്ള യാത്ര അവസാന യാത്രയാകുമെന്ന് ആരും കരുതിയില്ല. നാടിനൊന്നാകെ മാതൃകയും കരുത്തുമായിരുന്ന അധ്യാപകരുടെയും ജീവനക്കാരുടെയും വിയോഗം നികത്താനാകാത്ത നഷ്ടമാണ് പാങ്ങിന് നൽകിയിരിക്കുന്നത്. ന്യൂസ് മലയാളം, മലപ്പുറം.